ആയോൾ ഈ അടുത്ത കാലത്തായിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഏണിങ്സ് തീരെ ലഭിക്കുന്നില്ല. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ഫേസ്ബുക്ക് തന്നെ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ 2 ദിവസം മുൻപേ നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ആണ്. നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഒരു ബൾബിന്റെ ചിഹ്നം കാണാം. അതിന്റെ തൊട്ടിവിടെ തന്നെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാം. അതിൽ താഴെ നമുക്ക് ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഗ്രോ വാച്ച് ടൈം ആൻഡ് ക്വാളിഫൈഡ് വ്യൂവേഴ്സ്. അതായത് നമ്മളെ വാച്ച് ടൈം കൂട്ടാനും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യൂവേഴ്സിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് നമ്മളോട് പറയുന്നത്. വി ആർ ഫോക്കസിങ് മോർ ഓൺ റിവാർഡിങ് ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഫോർ ഡ്രൈവിംഗ് ലോങ്ങർ വാച്ച് ടൈം. അതായത് ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെന്ന് നിലവിൽ കൂടുതലായിട്ടും ഫേസ്ബുക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഫോർ ഡ്രൈവിംഗ് ലോങ്ങർ വാച്ച് ടൈം, കൂടുതൽ ദൈർഘ്യത്തോടെ നമ്മളുടെ വീഡിയോ കാണുന്ന ഫോളോവേഴ്സ് കൂടുതൽ ദൈർഘ്യത്തോടെ കാണാം. അങ്ങനെയുള്ള ടീമിനാണ് ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്ക് കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ ഏണിങ്സ് കൊടുക്കാൻ സാധ്യത. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. നിലവിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്ററാണ്. അതും കൂടാതെ തന്നെ നിങ്ങൾ വാരി വലിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല. അത് ആൾക്കാർ കണ്ടിരിക്കണം. ഓക്കെ, അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നുണ്ട് വാട്ട് യു ക്യാൻ ഡു ഒപ്റ്റിമൈസ്ഡ് യുവർ കണ്ടന്റ് ഫോർ ഏണിങ്സ്. അതായത് നിരീക്ഷിക്കുക, റീൽസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 10 സെക്കൻഡ് ലോങ്. അതായത് 10 സെക്കൻഡെങ്കിലും നിങ്ങളുടെ റീൽ ഉണ്ടാവണം മിനിമം. ചില ആൾക്കാർ 5, 6, 7 സെക്കൻഡിലുള്ള റീൽസ് ഇടാറുണ്ട്. കാരണം വ്യൂവേഴ്സ് കൂടുതൽ കിട്ടുന്നില്ല ഒരു ധാരണയില്ല. പക്ഷെ വ്യൂവേഴ്സ് കൂടുതൽ കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 സെക്കൻഡെങ്കിലും ഉണ്ടാവണം. പിന്നെ അതിന്റെ കൂടെ തന്നെ വാച്ച്ഡ് ഫോർ അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ് ടു ബി എലിജിബിൾ ടു ഏൺ. അതായത് 5 സെക്കൻഡെങ്കിലും മിനിമം ആൾക്കാർ കണ്ടിരിക്കണം. നിങ്ങൾ എത്ര മിനിറ്റുള്ള റീലായാലും ശരി, ഇപ്പൊ 1 മിനിറ്റ് ആയാലും ശരി, 2 മിനിറ്റ് ആയാലും ശരി, 5 സെക്കൻഡ്, അതായത് 1, 2, 3, 4, 5, ഈ 5 സെക്കൻഡെങ്കിലും ആൾക്കാർ കാണണം. ചില ആൾക്കാർ ഈ 5 സെക്കൻഡിലും കാണില്ല. ഒരു 1-2 സെക്കൻഡ് ആകുമ്പോൾ തന്നെ മുകളിലേക്ക് ഒരു അങ്ങനെ സേഫ് ആയിട്ട് പോകണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിന് തൊട്ട് താഴെ ഇത് കൊടുത്തിരിക്കുന്നുണ്ട് ടെസ്റ്റ് ഡിഫറെന്റ് ഓപ്പണിങ്. അതായത് നമ്മളുടെ തുടക്കത്തിൽ തന്നെ റീലിന്റെ ഓപ്പണിങ്ങിൽ തന്നെ ഒരു ഹുക്ക്, അതായത് കാണുന്നവരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് അതിന്റെ തുടക്കത്തിൽ തന്നെ വെച്ചു കൊടുക്കണം. അതൊരു സർപ്രൈസ് ആയിട്ട് അത് ബാക്ക് അതിന്റെ ഫുള്ള് നമ്മളുടെ ഒരു കുക്കിംഗ് നമ്മൾ കറി വെച്ചിട്ട് അതിന്റെ ലാസ്റ്റ് എൻഡിങ് ടൈമിൽ നമ്മളെല്ലാം ഫിനിഷ് ആയിട്ട് ലാസ്റ്റിലുള്ള ആ ഫിനിഷ് ആയിട്ടുള്ള ഒരു രംഗമായിരിക്കണം നമ്മൾ തുടക്കത്തിൽ വെക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഫിനിഷ് ആയതിനു ശേഷം നമ്മൾ അതിൽ നിന്നും കറി എന്തെങ്കിലും നല്ല രീതിയിൽ കഴിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കണം നമ്മൾ തുടക്കത്തിൽ വെച്ച് കൊടുക്കണം. അത് കണ്ടിട്ട് വേണം ബാക്കിയുള്ള വീഡിയോ ഫുള്ളായിട്ട് ഈ കാണുന്നവര് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചു കൊടുക്കണം. അതായത് നമ്മളൊരു വീഡിയോയുടെ എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് ഫസ്റ്റ് തുടക്കത്തിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നണം, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംഭവം ഉണ്ട് എന്നുള്ളൊരു ഈ കാണുന്നവർക്ക് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ളവരുടെ വീഡിയോ കൂടുതലും ഫോളോവേഴ്സ് ദൈർഘ്യത്തോടെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫേസ്ബുക്ക് അതാണ് പറയുന്നത്, ഓപ്പണിംഗ് ലൈൻസ് ഓർ വിഷ്വൽസ് ടു സീ വാട്ട് കെപ്റ്റ് വ്യൂവേഴ്സ് വാച്ചിങ് ലോങ്ങർ. അതായത് പറയുന്നുണ്ട് കൂടുതൽ ടൈം ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും അതിൽ ഇട്ട് കൊടുക്കണം. പിന്നെ അതിന്റെ താഴെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ഫേസ്ബുക്ക് പറയുന്നത് റിവ്യൂ യുവർ കണ്ടന്റ്, ചെക്ക് ഔട്ട് യുവർ പോസ്റ്റ് ഇൻസൈറ്റ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് കീപ് യുവർ വ്യൂവേഴ്സ് എൻഗേജ് ആൻഡ് അഡ്ജസ്റ്റ് ടു മേക്ക് ദെയർ പ്രിഫറൻസ്. അതായത് നമ്മളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളുടെ അനലിറ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് ഏത് വീഡിയോക്കാണ് കൂടുതൽ റീൽസ് വ്യൂവേഴ്സ് കിട്ടുന്നത്, എങ്ങനെയുള്ള വീഡിയോക്കാണ് കൂടുതൽ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് ഇവിടെ നമ്മൾ സിഒയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയുള്ള വീഡിയോക്കാണ് കൂടുതൽ നമുക്ക് കൂടുതൽ വ്യൂവേഴ്സ് ലഭിക്കുന്നത്, എങ്ങനെ വീഡിയോക്കാണ് കൂടുതൽ ഏണിങ്സ് ലഭിക്കുന്നത്. ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അനലിറ്റിക്സ് ഉള്ളത്. അതായത് നമ്മൾ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയുള്ള വീഡിയോക്കാണ് കൂടുതൽ എൻഗേജ്മെന്റ് ലഭിക്കുന്നത്. ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പൊ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ അനലിറ്റിക്സ്. ഇതൊന്നും ആൾക്കാർ ആരും നോക്കുന്നില്ല, ജസ്റ്റ് ചുമ്മാ അവരുടെ ഏർണിങ്സ് മാത്രം നോക്കുന്ന പോകുന്നില്ലാണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് വിശകലനം ഒന്ന് ചെയ്യണം. ഈ അനലിറ്റിക്സിലൊക്കെ പോയിട്ട് എങ്ങനെ കണ്ടന്റ് നമുക്ക് കൂടുതൽ ഏർണിങ്സും കാര്യങ്ങളും ലഭിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.